നമുക്ക് 64-ാമത്തെ സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. 64-ാമത്തെ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ദൈവമേ, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതിയോട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് ചെയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എയ്തു കളയുകയും ചെയ്യുന്നു. ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു. ഒളിച്ചു കണിവെക്കുവാൻ തമ്മിൽ പറഞ്ഞു നോക്കുന്നു. നമ്മെ ആർ കാണും എന്ന് അവർ പറയുന്നു. അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. നമുക്കൊരു സൂക്ഷ്മസൂത്രം സാധിച്ചു പോയി എന്ന് പറയുന്നു. ഓരോരുത്തന്റെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ. എന്നാൽ ദൈവം അവരെ എയ്യും. അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കിയാൽ അവർ ഇടറി വീഴുവാൻ ഇടയാകും. അവരെ കാണുന്നവർക്കെയും തല കുലുക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഹൃദയപരമാർത്ഥികൾ എല്ലാവരും പുകഴും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്ദർഭം നൽകി തന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകും. എല്ലാവരും വിടുതൽ പ്രാപിച്ച് താൻ നാമത്തിൽ ദൈവമേ അഭിവൃദ്ധി പ്രാപിച്ച് ദൈവത്തിന്റെ സന്നിധിരായി തീരുവാൻ ഇടവയാക്കുമാറാകും. കർത്താവ് സകലവും നിയന്ത്രിക്കുന്ന ദൈവമായിരിക്കുന്നുണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. എല്ലാം ശാന്തോചിതമായി കർത്താവിന്റെ ഹിതപ്രകാരം ആയി തീരുവാൻ ഇടവരുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. നമുക്കിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം ഈ ലോകത്തിൽ ജീവിച്ച് വീണ്ടും കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. സഭായോഗം, ആരാധന എന്നിങ്ങനെ ദൈവത്തിൻ്റെ ജനം കൂടി വരുന്ന വിശേഷ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് വിലപ്പെട്ടതാണ്. കാരണം എല്ലാ ജീവിതത്തിൻ്റെ സകല വശങ്ങളിലും നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ പോരായ്മയും പ്രവർത്തിച്ചതിൻ്റെ പ്രാഗൽഭ്യവും അറിയിക്കുകയും അത് ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വിശേഷ സന്ദർഭമാണ് ആരാധന. അതുകൊണ്ട് തന്നെ ആരാധനക്കാരന് ഈ ആരാധനയോടുകൂടി കിട്ടേണ്ടത് പൂർണ്ണ സമാധാനമാണ്. പഴയ നിയമത്തിൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ പഠിക്കുന്നത് ആരാധനക്കാരന് പൂർണ്ണ സമാധാനം വരുത്താൻ സാധിക്കാത്ത യാഗങ്ങളും വഴിപാടുകളും അർപ്പിച്ചുകൊണ്ട് അവർ പഴയ നിയമത്തിൽ ആരാധിച്ചു. പക്ഷെ സമാധാനം പൂർണ്ണമായില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പഴയ നിയമത്തിൽ അങ്ങനെ പൂർണ്ണ സമാധാനം വരാതിരുന്നതിൻ്റെ കാരണം ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും പ്രാക്കളുടെയും രക്തമാണ് അവിടെ ചൊരിഞ്ഞത്. തെറ്റ് ചെയ്തത് മനുഷ്യനും ശിക്ഷ അനുഭവിച്ചത് മൃഗങ്ങളും പക്ഷിമൃഗാദികളും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതി, ആ പാപങ്ങളുടെ മോചനത്തിൻ്റെ പരിമിതി ഉണ്ട്. ഒരിക്കലും പാപങ്ങൾ മോചിക്കപ്പെടുന്നില്ല. അവർ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പാപമോചനം നടക്കുന്നില്ല. നീതീകരണവും പാപമോചനവും രണ്ടും രണ്ടാണ്. പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. എത്ര ഭയങ്കരൻ, അത്ര ശ്രേഷ്ഠനായ ഒരുവനാണ് സ്നാപക യോഹന്നാൻ. അബ്രഹാം പിതാവ്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേൽ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ
ദാവീദ്, ഫലം കായ്ക്കുന്ന വൃക്ഷമായ യോസഫ്, ഇങ്ങനെ പഴയ നിയമ വിശുദ്ധന്മാരിൽ മുഴുവനും എല്ലാവരെയും ഒറ്റ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പാപങ്ങളുടെ മോചനം എന്ന് പറയുന്നത് അന്ന് സംഭവിച്ചിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ വിശുദ്ധന്മാരൊക്കെയോ, അവരൊക്കെയും യാഗം കഴിച്ച് നിയമം ചെയ്ത് നീതീകരിക്കപ്പെട്ടവരാ. വരാനിരിക്കുന്ന ക്രിസ്തുവിനെ മുൻകണ്ടുകൊണ്ട്, അവരെ വരാനിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, ഹൃദയത്തിൽ അവനെ ധ്യാനിച്ചുകൊണ്ട് അവർ ചെയ്ത യാഗം ദൈവം അംഗീകരിച്ചു. അങ്ങനെ യാഗം കഴിച്ചവരെ ദൈവം നീതീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പാപമോചനം ഇല്ല. പാപമോചനം ഭവിച്ചിരുന്നെങ്കിൽ പുത്രത്വം ലഭിക്കുമായിരുന്നു. പഴയ നിയമത്തിൽ വ്യക്തിപരമായിട്ടുള്ള പുത്രത്വം ഇല്ല. എന്നാൽ ദൈവപുത്രന്മാരെന്ന് ദൈവമക്കളെന്ന് വിളിച്ചിട്ടുണ്ട്. ഇസ്രായേലരോട് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പിന്നെയോ, ക്രിസ്തുയേശുവിന്റെ നിഷ്കളങ്കമായ രക്തമാണ് ദൈവത്തിന്റെ സഭയിലുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന വ്യക്തിത്വ ജീവിതം. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരെന്ന് പറയുന്നു, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചതിന് ശേഷം തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമായപ്പോൾ വീണ്ടും ജനിച്ചവരാണ്. ആ വീണ്ടും ജനിക്കാനുണ്ടായ കാരണം ക്രിസ്തുവിന്റെ രക്തമാണ്. ആ രക്തം നമ്മിൽ പ്രവർത്തിക്കാനുണ്ടായ കാരണം അവന്റെ നാമമാണ്. എന്താണത്? യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ ഈ ലേഖനമൊക്കെ നിങ്ങൾക്ക് എഴുതുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും എഴുതിയിരിക്കുന്നു. അവന്റെ നാമവും രക്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രക്തവും വീണ്ടും ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീണ്ടും ജനനവും പുതിയ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സംവിധാനം പഴയ നിയമത്തിൽ സംഭവിച്ചിരുന്നില്ല. അതായത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവത്തിന്റെ സ്നേഹിതനാണ് അബ്രഹാം പിതാവ്. ആ അബ്രഹാം പിതാവ് പോലും പുതിയ നിയമസഭയിൽ ഒരു ചെറിയ, അത്ര പ്രകാശിക്കാതെ സാധാരണ ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ വന്ന് കർത്താവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുന്ന അവൻ അബ്രഹാം പിതാവിനേക്കാൾ വലിയവനാണ്. എന്താ ആ പറയുന്നതിന്റെ അർത്ഥം? മറ്റൊന്നുമല്ല, പഴയ നിയമത്തിൽ പാപമോചനമില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പുതിയ ജനനമില്ല. പാപമില്ലാത്തൊരു മനുഷ്യൻ ഉള്ളിൽ വളർന്നു വരുന്ന ഒരു അനുഭവം പഴയ നിയമത്തിലില്ല. പിന്നെയോ, ദൈവം നീതീകരിച്ചു. ദൈവം വഴിപാടിനും യാഗത്തിനും സാക്ഷ്യം കൽപ്പിച്ചു. ആ സമയം മുതൽ അവന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങി. അവിടെയാണ് മനുഷ്യന് സമാധാനം ലഭിക്കുന്നത്. മനുഷ്യന് സമാധാനം ലഭിക്കുന്നത് എന്ന് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞാൽ ഒരു സന്ദർഭം, ഒരു രോഗം വന്നു, എന്തെങ്കിലും തരത്തിലൊരു അപകടം വന്നു, ഏതെങ്കിലും തരത്തിലുള്ള ദോഷം വന്ന് ഞാനങ്ങ് മരിച്ചുപോയി. ആ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കതിന് ഭയമുണ്ട്. അങ്ങനെ സംഭവിക്കുമോ, സംഭവിക്കരുത് എന്നുള്ള ചിന്താഗതികളൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഈ മരണത്തിന് ശേഷം എന്നെ വെട്ടി, അല്ലെങ്കിൽ എനിക്ക് രോഗം വന്ന് ഞാൻ പെട്ടുപോയാൽ, മരിച്ചു പോയി കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഉള്ളിൽ മരിക്കാത്ത ഒരാൾ ശേഷിക്കുന്നുവെങ്കിൽ, ഈ വ്യക്തിത്വം മരിക്കാതെ ശേഷിക്കുന്നുവെങ്കിൽ, അതൊരു ധൈര്യമാണ്, അതൊരു ഘട്ടമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സംസാരിക്കുക എന്നുള്ളത്, പ്രാണൻ സംസാരിക്കുക എന്നുള്ളത്. അവിടെയാണ് ഒരു ആരാധനയുടെ മാഹാത്മ്യം. നമ്മൾ ആരാധനയ്ക്ക് പല മാനങ്ങളും കൊടുക്കും. ചെണ്ട കൊട്ടുക, വാദ്യസംഗീതങ്ങൾ വായിക്കുക, ഇമ്പമായിട്ട് പാടുക, അതൊക്കെ ശരി തന്നെയാ, നല്ലതാ. പക്ഷേ ആരാധനയ്ക്ക് സമാധാനം വേണമോ? ഇതൊന്നുമല്ല കാര്യം. പിന്നെയോ, ആരാധനയ്ക്ക് സമാധാനം വേണമെങ്കിൽ
ആരാധനയിൽ ദൈവം പ്രസാദിക്കണം. ആരാധനയിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. ബുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തുയേശു എൻ്റെ പാവങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെയും നിവർത്തിച്ചത്. രക്തം ചൊരിയിച്ചിലും ഈ സംഭവങ്ങൾ മുഴുവനും എൻ്റെ പാവങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട് ആരാധന കഴിക്കുമ്പോൾ ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. ആ വഴിപാടിൽ മാത്രമല്ല, ഹാബേലിൽ പ്രസാദിച്ചു. ഹാബേലിൽ പ്രസാദിച്ചപ്പോൾ മുതലാണ് അവന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിയത്. പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി? കാരണം ഇന്ന് ഹാബേലിനെ സഹോദരൻ കായൻ വെട്ടി ഇല്ലാതെയാക്കി, കൊന്നുകളഞ്ഞു. പക്ഷേ ഹാബേൽ അവസാനിച്ചില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ സംസാരിക്കാൻ തുടങ്ങി. അവന്റെ ശരീരം വിട്ടുമാറിയെങ്കിലും അവന്റെ ഉള്ളത്തില് അവന്റെ രക്തം സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തോട് നിർവഹിക്കാൻ തുടങ്ങി. ആത്മീക മണ്ഡലങ്ങളിൽ സംസാരിക്കാൻ കഴിയുക. ഒരാൾ ഇവിടുന്ന് കൊറിയയിൽ പോയി ഒരു ജോലിയെ സംബന്ധിച്ച് പോയതാ, ഒരു സാഹിത്യവും സ്വാധീനത്തിനും അനുസരിച്ച് പോയതാ. അവിടെ ചെന്ന് 3 മാസം അകത്തിരുന്നു. കാരണം അവർ കാണിക്കുന്ന ആക്ഷൻ പോലും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ സംസാരിക്കാൻ ഒരു ഭാഷ ഇദ്ദേഹത്തിന് ഇല്ല. പിന്നെ നാളുകൾ കഴിഞ്ഞപ്പോൾ അതും അങ്ങനെ ഒക്കെ ഒരു കൈവശമാക്കിയെടുത്ത് ഭാഷ. ഇതുപോലെ ഒരു മനുഷ്യൻ ശരീരം വിട്ട് ആത്മീയ മണ്ഡലത്തിലേക്ക് കടന്നാൽ അവൻ അവിടെ ഒരു ജീവിതമുണ്ട്. അതെങ്ങനെയെന്ന് പറയുന്ന അതുണ്ടോ, അതെങ്ങനെയായിരിക്കും, അത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ പലതും പല പല കാര്യങ്ങളും പറയുമെങ്കിലും ശ്രദ്ധയോടെ ആവശ്യബോധത്തോടെ ഇതിലേക്ക് നോക്കി വായിക്കുന്നവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അവന് ശരീരം വിട്ട് ഈ ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചാൽ അവന് വ്യക്തമായൊരു ഭാഷയുണ്ട്. വ്യക്തമായൊരു ഭാഷ. അതായത് ആദ്യം പറഞ്ഞതുപോലെ ഒരു അന്യ രാജ്യത്ത് പോയിട്ട് അവരുടെ ഒരു തരത്തിലുള്ള ആംഗ്യം പോലും അറിയാൻ സാധിക്കാതെ വണ്ണം പുറത്തിറങ്ങാതെ നാളുകളിരുന്നു. ഇതുപോലെയാണ് ദുഷ്ടന്മാർ, ദൈവത്തെ അറിയാത്തവർ ശരീരം വിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പാതാളത്തിൽ ലജ്ജിച്ച് മൗനമായിരിക്കുന്നു. അവർക്കൊരു സംസാരിക്കാനില്ല. അവിടെ അങ്ങനെ ഒരു ഭാഷ അവർക്കില്ല, അതറിയാനും പാടില്ല. എന്നാൽ നീതിമാനോ, ദൈവം നീതീകരിച്ചവനോ, ദൈവം നീതീകരിച്ചവൻ വ്യക്തമായിട്ട് ഇന്ന് ഈ ഭൗമിക മണ്ഡലത്തിൽ ജീവിച്ച് സംസാരിക്കുന്നതിനേക്കാൾ വ്യക്തമായിട്ട് ആത്മീയമണ്ഡലങ്ങളിൽ സംസാരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഹാവേലിന്റെ രക്തം സംസാരിക്കുന്നു, അതിനേക്കാൾ ഉപരിയായി യേശുക്രിസ്തുവിന്റെ രക്തം സംസാരിക്കുന്നു. രണ്ടും രണ്ട് ഭാഷയാണ്. ഒന്ന് ശ്രേഷ്ഠമായ ഭാഷ, ഒന്ന് അതിൽ കുറഞ്ഞ ഭാഷ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മിൽ ദൈവം പ്രസാദിച്ച് സാക്ഷ്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി. അബ്രഹാം പിതാവിന്റെ ശരീരം മക്പേല ഗുഹയിൽ കൊണ്ടുവച്ചു. അബ്രഹാം പിതാവിന്റെ ആത്മാവും പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അബ്രഹാം പിതാവ് സംസാരിക്കുന്ന ഭാഷയല്ല ഇത്. അബ്രഹാം പിതാവ് സംസാരിക്കുന്ന ഭാഷയല്ല. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് വലിയ നിലയിൽ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം ആ കുട്ടി പറയുന്ന ഒരു ഭാഷ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താണ് അവൻ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഭാഷ എനിക്കറിയാൻ പാടില്ല. അതൊരു ശ്രേഷ്ഠ ഭാഷയാണ്. ഇതുപോലെ അബ്രഹാം പിതാവിനും ദൈവസഭയ്ക്കുമുള്ള ഭാഷ എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഭാഷ ദൈവത്തിന്റെ സഭയുടെ. ഇതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അബ്രഹാം പിതാവിനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. ഈ നിൽക്കുന്നവരിൽ ചെറിയവനോ അബ്രഹാം പിതാവിന് അവനേക്കാൾ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായിരിക്കും. അതാ ദൈവത്തിന്റെ സഭയുടെ മാഹാത്മ്യം. അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിൽ ഒരു മനുഷ്യനെയും മലിനൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കാണുമ്പോൾ ചെറിയവനാ, അവനെ ശ്രദ്ധിക്കത്തക്കതായി ഒന്നും അവനില്ലാന്ന് നമുക്ക് തോന്നാം.
പക്ഷേ കർത്താവ് അവനെ മുൻകണ്ടിട്ടുള്ളതാണെങ്കിൽ വിളിച്ച് വേർതിരിച്ച് അവൻ നേരെ നിന്നാൽ അവൻ ആരായി തീരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാമെന്നാ പറഞ്ഞു. അവിടെ ലോകത്തിൽ ഒരു മനുഷ്യനെയും നമുക്ക് നിന്ദിക്കാനോ ത്യജിക്കാനോ പാടില്ല. ചെറിയവനായി കണക്കൂട്ടാനും പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ സംഭവത്തിലേക്ക് വരികയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നു, നമ്മളൊരു സഭായോഗത്തിലായിരിക്കുന്നു, നമ്മളൊരു ആരാധനയിലായിരിക്കുന്നു. ഈ ആരാധനയിൽ നമുക്ക് വാദ്യങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ദൈവം നോക്കുന്നത് കുഞ്ഞാട്ടിനെ കൊണ്ടുവരുന്നു, അതിനെ അറുക്കുന്നു, കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നു, രക്തമൊഴുകുന്നു, അവിടെ വിറക് കൂട്ടിയിരിക്കുന്നു, കത്ത് പിടിപ്പിക്കുന്നു, അതിലേക്ക് ആടിനെ വെക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം നോക്കുന്നത് എവിടെയാ? ദൈവം ഹൃദയത്തെ നോക്കും. ഹൃദയത്തെ നോക്കുന്നവനാണ് ദൈവം. നോക്കുമ്പോ കായീന് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവന്റെ ഹൃദയത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല. എന്നാൽ ഹാബേലിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് ചെറിയ കാര്യമല്ല. കാരണം അവിടെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നത് എന്തെന്ന് നിങ്ങൾ പോയി പഠിക്കുക. ശലോമോൻ ഒരു ദിവസം 1,20,000 യാഗം കഴിച്ചു, ആടുകളെ. 1,20,000. നമ്മളൊരു വീട്ടിലേക്കല്ല, ഒരു അറുക്കുന്ന അറവുശാലയിൽ ചെന്ന് കഴിഞ്ഞാൽ 3 or 4 ആടിനെ, അല്ലെങ്കിൽ 5 or 6 ആടിനെ ഇതാണ് അറക്കുന്നത്. എന്നാൽ 1,20,000 എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? ദൈവം ഹൃദയത്തെ നോക്കുമ്പോ അതിൽ എത്ര പേരുടെ ഹൃദയത്തിൽ കരുണയുണ്ട്? കരുണയുണ്ടെങ്കിൽ പ്രാവിനെ യാഗം കഴിച്ചാൽ മതി. ദൈവം നോക്കുമ്പോ അവൻ കരുണയുള്ളവന്റെ യാഗം എന്ന് പറയുന്നത് അവന് സഹിക്കാൻ പറ്റൂല. കരുണയുള്ളവൻ ഒരു യാത്ര ചെയ്ത് പോകുമ്പോ ഒരു സ്ഥലത്തു കൂടി പോവാ. അപ്പോ നോക്കുമ്പോ തൊട്ട് ഒരു റെയിൽവേ ക്രോസിന്റെ അവിടെ ഈ വണ്ടി കൊണ്ടിട്ടു. അവിടെ നോക്കുമ്പോ ഒരു മതിൽക്കെട്ടിന്റെ അപ്പുറത്ത് ഒരു കശാപ്പ് കേന്ദ്ര. ഒരു പശുവിനെ അതിനെ വീഴ്ത്തിയിട്ട് അറുത്ത് തല വിടിയിച്ചതിന് ശേഷം നെടുകെ പൊളിച്ച് അതിന്റെ അകത്തിരിക്കുന്നതൊക്കെ പുറത്തേക്ക് എടുക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. നോക്കിയവര് ചിലര് അത് അത്ര സന്തോഷമായിട്ട് തോന്നിയില്ല, നേരെ തിരിഞ്ഞിരുന്നു. ചിലർ താല്പര്യപൂർവ്വം നോക്കി, അത് ഉരു എങ്ങനെയുള്ളത് എന്നുള്ളതൊക്കെ എല്ലാം നോക്കി. എന്നാൽ ഒരു സ്ത്രീ ഇത് നോക്കി അവിടെ ബോധം കെട്ട് വീഴുന്നില്ലെന്നേ ഉള്ളൂ. കാരണം അവരുടെ ജീവിതം തന്നെ അതോടുകൂടി അവരെ ആ മുഖത്ത് നോക്കിയാലും അവരുടെ പിന്നത്തെ പെരുമാറ്റം കണ്ടാലും അറിയാം, മതിയായി. അവർക്ക് ഈ ജീവിതം മതിയായി. അത്ര ഭയങ്കരമായ ഒരു കാഴ്ചയാണ് അവരെ സംബന്ധിച്ച് കണ്ടത്. അപ്പോ യാഗം കഴിക്കാൻ ചെല്ലുമ്പോ ഒരെണ്ണത്തിനെ അറുക്കുന്നു, കൊണ്ടുവന്നു. ഒരു മാടിനെ കൊണ്ടുവന്നു, അതിനെ അറുക്കുന്നു. അതൊക്കെ സന്തോഷമാണ്. അറുപത് ശാലയുടെ അടുത്ത് ഒരിക്കൽ ഒരു സന്ദർഭത്തിൽ പോകേണ്ടി വന്നു. അവിടെ നിൽക്കുന്നവരുടെ ആർപ്പ് കാണണം. അവിടെ നിൽക്കുന്നവരുടെ ആർപ്പ് അതൊരു വലിയൊരു ഉത്സവത്തെ സംബന്ധിച്ച് ഉള്ള ഒരു പണ്ട. അവിടെ ചെന്ന് വരുമ്പോഴത്തേക്കും ഓരോ മിനിറ്റ് വെച്ച് ആളുകൾ കൂട്ടം കൂടി മാംസം മേടിച്ചോണ്ട് പോവാ. അപ്പൊ ഓരോ ഉരുവിനെയും, അതോ വലിയ ആന പോലെയുള്ള ഉരുവിനെയും കൊണ്ടുവരിക, അറക്കുക, ഭക്ഷണം, അതൊക്കെ ഉത്സവമാണ് അവിടെ. പക്ഷെ എല്ലാവർക്കും ഉത്സവമല്ല. തകർന്ന് ഇനി ജീവിതത്തിൽ മാംസം വേണ്ട എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഹൃദയാവസ്ഥ ഉള്ളവരവിടെ ഉണ്ട്. ഇതാ ദൈവം നോക്കുന്നത്. ദൈവം പ്രസാദിക്കും,
ഹാബേലിൽ ദൈവം പ്രസാദിച്ച് അതൊരു കാര്യം ചെയ്ത് തരും, അടുത്ത ആഴ്ച ഒരു 25 അങ്ങ് കൊണ്ടുപോയി കശാപ്പ് ചെയ്ത് തരും എന്ന് പറഞ്ഞാൽ പ്രസാദിക്കുന്നതിനല്ല ദൈവം. കരുണ, കരുണയുള്ളവന്റെ യാഗമെന്ന് പറയുമ്പോൾ എങ്ങനെയാവും മടങ്ങുന്നതെന്ന് അറിയാമോ? കരുണയുള്ളവൻ യാഗം കഴിച്ച് മടങ്ങുമ്പോൾ അവന്റെ മുഖം കണ്ടാൽ അറിയാം. അത് ചെറിയൊരു സംഭവമല്ല അവനെ സംബന്ധിച്ചിടത്തോളം. അവനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലെന്ന് പറയും. നാഴികക്കല്ലെന്ന് പറഞ്ഞാൽ പോകുമ്പോ 2-ാം മൈൽ, 3-ാം മൈൽ, 4-ാം മൈൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പണ്ട് അടയാളങ്ങളുണ്ട്. നാഴികക്കല്ലാണ്. ഇപ്പൊ എവിടം വരെ ആയെന്നുള്ളത് ആ കല്ലിൽ നോക്കിയാൽ മതി. തെരഞ്ഞു നോക്കി കഴിഞ്ഞാൽ അറിയാം. 15-ാം മൈല്, 15 മൈലായി, 25-ാം മൈല് എന്ന് പറയുന്നതുപോലെ ഒരു യാഗം എന്ന് പറയുന്നത് ഒരു മയിൽക്കുറ്റിയാണ്. തരണം ചെയ്യുകയാണ്. ഒരു ഘട്ടം നാം തരണം ചെയ്തു. സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന സഹോദരങ്ങൾ, ഇത് കേൾക്കുന്ന ജനം ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം. ദൈവം ഇന്ന് പ്രസാദിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു മയിൽക്കുറ്റി കൂടി നമ്മൾ തരണം ചെയ്തു. ഒരു ഘട്ടവും കൂടി നമ്മൾ തരണം ചെയ്തു. ദൈവരാജ്യത്തോട് നമ്മൾ അടുത്തിരിക്കും. ദൈവരാജ്യത്തോട് നമ്മൾ അടുക്കുകയാണ്. ഒറ്റ കാര്യം മാത്രം നമ്മുടെ ലക്ഷ്യം. ഒറ്റ കാര്യം മാത്രം. എല്ലാവരും ഒരു സ്ഥാനത്തായി. അറിവുള്ളവർ പറയുന്ന ഒരു വാക്ക് കേട്ടോളണം. എന്താണ്? എല്ലാവരും ഒരു സ്ഥാനത്തായി. ഹാവേൽ ഒരു സ്ഥാനത്തായി, ദാവീദ് ഒരു സ്ഥാനത്തായി, അബ്രഹാം പിതാവ് ഒരു സ്ഥാനത്തായി. ഞാൻ ഇത്രയും നാൾ ആരാധിച്ച് ഞാൻ എന്തായി? അതിന്റെ അർത്ഥം, ചോദിച്ചതിന്റെ അർത്ഥം, ഇന്ന് ഞാൻ മരിച്ചാൽ, ഇന്ന് എന്റെ ശരീരം പ്രവർത്തനം നിന്നാൽ, ഇതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങും. എൻ്റെ വ്യക്തിത്വം പുറത്തേക്ക് ഇറങ്ങും. എൻ്റെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങും. ഈ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും മിണ്ടാതെ, വെളിച്ചം കാണാതെ, പാതാളത്തിൽ മൗനമായിരിക്കുന്ന ഒരു അവസ്ഥയാണോ? അതോ കൊന്നിട്ടും ശരീരം വീണ് കിടക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങിയവൻ ദൈവത്തോട് സംസാരിക്കുന്ന ഒരവസ്ഥ, ഹാബേലിനെ പോലെ? ഇങ്ങനെ ഒരു അവസ്ഥ വന്നവന്റെ മുഖം കണ്ടാൽ അറിയാം. കാരണം അവന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവനെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. അവനൊരിക്കലും ഭീരുവാവില്ല. അത് അപ്പോസ്തലന്മാരുടെ ധൈര്യം കണ്ട് ആളുകളൊക്കെ അതിശയിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതാ. സ്വർഗീയ യെരൂശലേമിൽ പ്രവേശിക്കില്ലാത്ത, അതായത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ആ വിശുദ്ധ പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത ഒരു കൂട്ടമുണ്ട്. അവരിൽ ഒന്നാമത്തെ കൂട്ടർ എഴുതിയിരിക്കുന്നത് ഭീരുക്കൾ എന്നാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഭീരുക്കൾ അകത്ത് പ്രവേശിക്കില്ല. ഭീരുത്വം എങ്ങനെ ഇല്ലാതെ പോകും? പേടി എങ്ങനെ പോകും? പേടി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പേടിയാണ് മരണം. മരണത്തെ ഭയം എങ്ങനെ പോകും? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളത് അത് ദൈവത്തിന്റെ വചനപ്രകാരം. ഇന്ന് ഞാൻ മരിക്കുന്നുവെങ്കിൽ, ഇന്ന് ഞാൻ എൻ്റെ 2 കണ്ണ് വയസ്സ് ചെന്ന് ഇപ്പം ഇത്രയും പ്രായമായി, ഈ കണ്ണിൽ കൂടി കാണുന്നതിനേക്കാൾ തെളിച്ചമായിട്ട് ഞാൻ കാണും. ഞാൻ ഇന്ന് കേൾക്കുന്ന ഈ മന്ദമായ ശബ്ദത്തെക്കാൾ വ്യക്തമായിട്ട് ഞാൻ കേൾക്കും. ഇന്ന് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഞാൻ സംസാരിക്കും. ഇന്ന് ഞാൻ രുചിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ രുചിക്കും. ഇന്ന് ഞാൻ സ്പർശിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്പർശനമുണ്ടാകും. അത്ര ശ്രേഷ്ഠമായ ഒരു വ്യക്തി എന്നിൽ എൻ്റെ കർത്താവ് തന്നിരിക്കുന്നു. അത് എന്നിൽ കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, എന്നാ ഉറപ്പ് വരുന്നോ, പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യം എന്താ? ഇതാ മരണഭയം നീങ്ങുക എന്ന് പറയുന്നത്. അവൻ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടില്ല. ആരെയും ഭയപ്പെടില്ല. അവനെ വിരട്ടിയിട്ട് കാര്യമില്ല. നിന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഒന്നും കാര്യമില്ല. കാരണം അവർ ബാലന്മാരാകിയാൽ അവരെ ധൈര്യം കാണുകയാലും, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഇവരത്തെ പിള്ളേരാ, ധൈര്യമാ. നീ തീച്ചുളയിലേക്ക് ഇടുന്നു. എന്തിനിടും? ആത്മാവിനിടാൻ പറ്റുമോ നിനക്ക്? തീച്ചുളയിലേക്ക് കയ്യും കാലും കെട്ടിക്കൊണ്ടുപോയി ഞങ്ങളുടെ ശരീരത്തെ ഇടും. ഞങ്ങളുടെ ആത്മാവിനെ തൊടാൻ നിന്നെ ഉണ്ടാവോ?
ആ തീയിൽ നിന്ന് സംസാരിക്കാൻ. ആ തീയിൽ നിന്ന് ഞങ്ങളുടെ ആത്മാവ് സംസാരിക്കും. അതാണ് ഉറപ്പ്, അതാണ് ധൈര്യം. ഇത് ലഭിക്കുന്ന ആരാധനയിൽ കൂടിയാണ്. അപ്പോൾ ഒരു ആരാധനയുടെ മഹത്വം എത്ര വലുതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിത് പല പ്രാവശ്യം പറയുന്നതാ. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ആരാധന കഴിഞ്ഞവൻ ആയിട്ട് പോകുന്നതല്ല, പിന്നെയോ കരുണയുള്ളവൻ ആരാധിച്ച് കടന്നു പോകുമ്പോൾ അവന്റെ മുഖം കണ്ടാൽ അറിയാം അവൻ എങ്ങനെയാ പോകുന്നതെന്ന്. ദൈവത്തിന്റെ ആത്മാവിനാൽ ആശ്വസിപ്പിക്കപ്പെട്ടവനായി സമാധാനത്തോടെ ഭവനത്തിലേക്ക് മടങ്ങുവാൻ, സമാധാനത്തോടെ കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശു എന്നടിസ്ഥാനം ആശയാവാനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയാവാനിലത്രേ. ശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ദുഃഖം ദാരിദ്ര്യമെന്നീ വയ്ക്കുണ്ടോ ശക്തി എന്മേൽ. ദുഃഖം ദാരിദ്ര്യമെന്നീ വയ്ക്കുണ്ടോ ശക്തി എന്മേൽ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഇത്രയും കാലമായി ആരാധന തുടങ്ങിയിട്ട് ദൈവത്തിന്റെ വചനപ്രകാരം പൂർണ്ണ സമാധാനത്തിലും ധൈര്യത്തിലും നാം എത്തിച്ചേർന്നിട്ടുണ്ടോ? ഹേ പാതാളമേ, മരണമേ, നിന്റെ ജയം എവിടെ എന്ന് മരണത്തെ നോക്കി വെല്ലുവിളിക്കാൻ തക്കവണ്ണം നാം ആ ശ്രേഷ്ഠ പദവി, പൂർണ്ണ സമാധാനം പ്രാപിച്ചിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കണം. ഇല്ല എങ്കിൽ ദൈവമേ, ഇന്ന് ഈ ആരാധനയോടുകൂടി എനിക്ക് ഈ കാര്യം സാധിപ്പിച്ചു തരണം എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിലായിരിക്കാൻ ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ.